20 വർഷം മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു ചാനൽ. ആ ചാനൽ വെറുതെ ഒരു റേറ്റിംഗ് ഗെയിമിലല്ല നിലകൊണ്ടത്. വളരെ കൃത്യമായി നന്മ, മേന്മ എന്നീ ഗുണങ്ങളിലൂന്നി നിന്നുകൊണ്ട് ഓരോ ഷോയും നൽകുമ്പോൾ എന്തിന് ഏറ്റവും പുതുമയുള്ള ഷോകൾ മലയാളികളിലേക്ക് ആദ്യമായി എത്തിച്ച ചാനൽ എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും അമൃത ടിവിക്ക്. അമൃത ടെലിവിഷൻ അങ്ങനെ മറ്റൊരു ഏട് നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കുകയാണ്. അമൃത ടെലിവിഷൻ തുറക്കുന്ന ഈ ഒരു പുതിയ ഏട് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ ഭാഗമാണ്. കാരണം കഴിഞ്ഞ എത്രയോ നാളുകളായി നമ്മളെല്ലാവരും തന്നെ ഒരുപക്ഷെ ഉപയോഗിച്ചു തുടങ്ങിയ പല വാക്കുകൾ നമ്മളിലേക്കുണ്ട്. പക്ഷെ പലപ്പോഴും അത് അംഗീകരിക്കാൻ പലരും മടി പിടിച്ചിരുന്നു. ആ മടി പിടിച്ചിരിക്കുന്നതിനെ മൊത്തമായി മാറ്റി എറിയുകയാണ് അമൃത ടെലിവിഷൻ. അമൃത ടെലിവിഷന്റെ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ 112 സംസ്ഥാന അവാർഡുകൾ, ഒരു നാഷണൽ അവാർഡ്, അങ്ങനെ 20 വർഷം കൊണ്ട് പറയുന്ന ചരിത്രത്തിലെല്ലാം തന്നെ ഒരുപാട് നേട്ടങ്ങൾ പറയാനുണ്ട് അമൃത ടെലിവിഷന്. ഈ കഴിഞ്ഞ 20 വർഷത്തെ ആ യാത്ര നിങ്ങളുടെ മുമ്പിൽ നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടി നമ്മുടെ തന്നെ ജീവിതത്തിന്റെ യാത്രയാണത്. ആ യാത്ര ഒന്ന് കാണാനായിട്ട് ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ വീഡിയോ. ഓം അമൃതേശ്വരിയെ നമഃ. നിസ്വാർത്ഥ സ്നേഹത്താൽ ലോകം മുഴുവൻ ചേർത്ത് പിടിച്ച സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ നാമത്തിലും അനുഗ്രഹത്തിലും 2005 ഒരു വിഷു പുലരിയിൽ മലയാളി പ്രേക്ഷകർക്ക് അമ്മ സമ്മാനിച്ച വിഷു കൈനീട്ടം അമൃത ടെലിവിഷൻ ദൃശ്യലോകത്തെ ഏറ്റവും മികച്ച വേറിട്ട ചാനലായി സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും നന്മയുടെയും 20 വർഷങ്ങൾ പിന്നിടുന്നു. നന്മ, മേന്മ എന്ന മഹത്തായ ആശയവുമായി 2 പതിറ്റാണ്ട് കാലം വാർത്തകളിലും വിനോദത്തിലും ആത്മീയതയിലും ഓരോ മലയാളിക്കും മാർഗദർശിയായി സ്നേഹാമൃതമായി അമൃത TV യാത്ര തുടരുന്നു. നന്മയുടെ യുഗപ്പിറവിയിൽ തുടരേണ്ട ജീവിത ദൗത്യവുമായി അന്ധതയിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന കരുണാമയിയായ അമ്മ നൽകിയ സ്നേഹത്തിന്റെ ഊർജവുമായി അമൃത TV എന്നും പ്രിയ പ്രേക്ഷകരിൽ തുടരും. കഴിഞ്ഞ 20 വർഷത്തിന്റെ ഒരു ഗ്ലിംസ് ആണ് നമ്മൾ കണ്ടത്. കണ്ടുപോയപ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുതുമയുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഒരുപാട് റെവല്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അമൃത ടെലിവിഷൻ. ഇന്ന് നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നതും അത്തരത്തിലൊരു റെവല്യൂഷന് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം സാധാരണ ഇവിടെ ടെലിവിഷന്റെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവരുടെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ മറ്റ് ടെലിവിഷനുകളല്ല, പകരം ഡിജിറ്റലാണെന്ന്. 491 മില്യൺ, അത് ലോകത്തെ കണക്കല്ല, ഇന്ത്യയിൽ നിന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കണക്കാണ്. 491 മില്യൺ. അത് ആലോചിച്ച് കഴിഞ്ഞാൽ ഇനി ലോകമെമ്പാട് നോക്കുമ്പോൾ ലോകത്തിന്റെ ഏതാണ്ട് പകുതിയിലേറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് മാറ്റി നിർത്തി എന്തായാലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരെ അംഗീകരിച്ച് മുന്നോട്ട് കൂടെ കൊണ്ടുപോകാൻ തന്നെയാണ് അമൃത ടെലിവിഷന്റെയും തീരുമാനം. അങ്ങനെ 20 കാറ്റഗറികളിലായിട്ട് നമ്മൾ ഇന്ന് അവാർഡുകൾ നൽകുകയാണ്. തീർച്ചയായും ആ അവാർഡിന്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനും ഉറപ്പായും ഈ ഒരു പരിപാടി തുടങ്ങി വയ്ക്കാനുമായിട്ട് മേ ഐ റിക്വസ്റ്റ് ദ പ്രസൻസ് ഓഫ് the director of Amrita Television, Sri Mahadev Iyer, and of course, Mr. Krishna Chandran, the executive producer. Please. ഇവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യത്തിൽ ഞാൻ ഇന്ന് നമ്മുടെ ഉദ്ഘാടകനെ വിളിക്കാം. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ മലയാളം രാഷ്ട്രീയ സിനാരിയോയിലെ വൺ ഓഫ് ദ മോസ്റ്റ് വിഷണറി ലീഡേഴ്സ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വളരെ നമുക്കറിയാം തെളിവാർന്ന നിലപാടുകൾ കാണാൻ സാധിക്കും. മാത്രമല്ല ഇന്നത്തെ തലമുറയുടെ സ്പന്ദനം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം പറയാൻ കഴിയും നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ശ്രീ VD സതീഷിനെ. അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പറ്റി ഒരു ചെറിയ വീഡിയോ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. വീഡിയോ പ്ലീസ്. ശ്രീ വടശ്ശേരി ദാമോദരൻ സതീശൻ.
മലയാളികൾക്ക് ആമുഖമൊന്നും ആവശ്യമില്ലാത്ത നേതാവ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലെത്തി. NSU ദേശീയ സെക്രട്ടറി, AICC സെക്രട്ടറി, KPCC വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെ പടിപടിയായി വളർന്ന് ഒടുവിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതൃപദവിയിൽ എത്തിയ നേതാവ്. സോഷ്യൽ വർക്കിലും നിയമത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരിക്കെ 2001 പറവൂരിൽ നിന്ന് കേരള നിയമസഭയിലെത്തി. സാമാജികനായി 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന അദ്ദേഹം മികച്ച പാർലമെന്ററിയനായി ഖ്യാതി നേടി. ഏത് കാര്യവും ആഴത്തിൽ പഠിച്ച ശേഷം നിയമസഭയിലും പുറത്തും അവതരിപ്പിക്കുന്ന ശൈലി ഏറെ ശ്രദ്ധേയമാണ്. അന്യസംസ്ഥാന ലോട്ടറിക്കെതിരെ ശ്രീ VD സതീശൻ നടത്തിയ സംവാദവും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഭരണപക്ഷ നിലപാടുകളെ കാര്യകാരണ സഹിതം ഖണ്ഡിക്കുന്നതും കേരളം കണ്ടതാണ്. കറകളഞ്ഞ പരിസ്ഥിതി സ്നേഹിയും പരിസ്ഥിതിവാദിയുമായ VD ഉയർത്തിപ്പിടിച്ച ഹരിത രാഷ്ട്രീയവും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ച നിലപാടുകളും ഏറെ ശ്രദ്ധേയമായിരുന്നു. ഏത് പ്രതിസന്ധിയിലും തളരാതെ ലക്ഷ്യം കാണുന്നതുവരെ പോരാടുന്ന രീതിയാണ് തന്റെ കരുത്തെന്ന് വ്യക്തമാക്കുന്നു ശ്രീ VD സതീശൻ. മനുഷ്യന്റെ ദൈന്യത കാണുമ്പോൾ കരഞ്ഞു പോകുന്നതാണ് തന്റെ ദൗർബല്യമെന്നും തുറന്നു സമ്മതിക്കുന്നു. ചുണ്ടിനും കപ്പിനുമിടയിൽ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴൊക്കെ പതറാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയി സംസ്ഥാന പ്രതിപക്ഷ നേതൃപദവിയിൽ വരെ എത്തി നിൽക്കുന്ന ശ്രീ VD സതീശൻ തിരിച്ചടികളിൽ നിരാശരായി പിൻവാങ്ങുന്നവർക്ക് മാതൃകയാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ പൊടിയുന്ന കണ്ണീരാണ് ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ ആസ്തി എന്ന് വിശ്വസിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന് അമൃത TVയുടെ ഡിജിറ്റൽ അവാർഡ് വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യാം ശ്രീ VD സതീശൻ. നമുക്ക് നമ്മുടെ സ്നേഹാദരം ഒരു മൊമെന്റോയിലൂടെ അറിയിക്കാം. ശ്രീ മഹാദേവ് അയ്യർ, ദ ഡയറക്ടർ ഓഫ് അമൃത TV, ടു ഹാൻഡ് ഓവർ ഈ ഒരു സ്നേഹശില്പം അദ്ദേഹത്തിലേക്ക്. ഒപ്പം പൊന്നാട അണിയിക്കാനായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീ കൃഷ്ണചന്ദ്രൻ. മാതാ അമൃതാനന്ദമയി ദേവി മലയാളിയുടെ ഹൃദയത്തിൽ ചാർത്തിയ കയ്യൊപ്പാണ് അമൃത TV എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഈ അമൃത TVയെ മാറ്റി. ഇവിടെ ഇന്ന് സൂചിപ്പിച്ചതുപോലെ മലയാള TV രംഗത്തേക്ക് പുതുമയാർന്ന, ഒരുപക്ഷെ ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ പോലും ഇല്ലാത്ത പുതുമയാർന്ന നിരവധി പരിപാടികൾ കൊണ്ടുവന്ന് ഒരു തരത്തിലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ റേറ്റിങ്ങിൻ്റെ പുറകെ പായാത്ത ഒരു TV-യാണ് അമൃത TV എന്ന് പറയാൻ എനിക്ക് അധികം വളരെ സന്തോഷം. ആ നിലവാരം തുടങ്ങിയപ്പോഴുണ്ടായ നിലവാരം 20 വർഷം കഴിയുമ്പോഴും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അമൃത TVയുടെ സവിശേഷതയായി ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു ചടങ്ങാണിത്. നമ്മുടെ മീഡിയ എല്ലാ കാലത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാലത്ത് ആദ്യം ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത് പ്രിൻറ്റിങ് കണ്ടുപിടിച്ചാണ്. പ്രിൻറ്റിങ് കണ്ടുപിടിച്ചതോടുകൂടി വലിയ റാഡിക്കൽ റവല്യൂഷൻ ഉണ്ടായി ലോകത്ത്. അതിനുശേഷമാണ് പിന്നെ വാർത്താമാധ്യമങ്ങളുണ്ടായത്, പ്രസിദ്ധീകരണങ്ങളുണ്ടായത്. അതിൽ നിന്നാണ് നമുക്ക് TV ചാനലുകൾ ഉണ്ടായത്. അവിടെ നിന്ന് വീണ്ടും ഡിജിറ്റൽ മീഡിയയിലേക്ക് വരികയാണ്. ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഡിജിറ്റൽ TV-യാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയ. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, കാണുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കണ്ട. പണ്ടൊരു വാർത്ത വരുമ്പോൾ നമ്മൾ ആദ്യം വാർത്ത വിശ്വസിക്കും. ഇപ്പം എന്നെ പോലെ ഒരാൾ ആദ്യം ഒരു വാർത്ത ഡിജിറ്റൽ മീഡിയയിൽ കണ്ടാൽ അത് അവിശ്വസിക്കും ആദ്യം. എന്നിട്ടാണ് പിന്നെ നമ്മൾ അന്വേഷിച്ചിട്ട് അത് വിശ്വസിക്കാൻ നമ്മൾ ആരംഭിക്കുന്നത്. കാരണം എത്ര വലിയ കുഴപ്പം ചെയ്ത ഒരാളെ, ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളെ വൈറ്റ് വാഷ് ചെയ്തെടുക്കാൻ
ഡിജിറ്റൽ മീഡിയയ്ക്ക് കഴിയും. സത്യസന്ധനായ ഒരാളെ, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളെ ചെളി വാരിയെറിഞ്ഞ് വഷളാക്കി ലോകത്തെ ഏറ്റവും മോശക്കാരനായ ഒരാളാക്കി മാറ്റാനും ഡിജിറ്റൽ ടി വിക്ക് കഴിയും. ഇന്ന് ലോകത്തെ മുഴുവൻ ഏകാധിപതികളായ ഭരണാധികാരികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ മാധ്യമത്തെയാണ്. ഞാൻ പേരൊന്നും പറയില്ല, ആരും പേരൊന്നും പറഞ്ഞ് ഞാനൊരു വിവാദത്തിലേക്കൊന്നും പോകില്ല. പക്ഷേ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ, മരിയ റേസ എന്ന് പറയുന്ന നോബൽ സമ്മാനിതയായ ഒരു വനിത എഴുതിയ അതിമനോഹരമായ ഒരു പുസ്തകമുണ്ട്, ഹൗ ടു സ്റ്റാൻഡ് അപ്പ് ടു എ ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന മനോഹരമായ പുസ്തകം. അതിൽ ഏകാധിപതികളായ ഭരണാധികാരികൾ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിനെയും ഡിജിറ്റൽ ടി വിയെയും എത്ര മനോഹരമായിട്ടാണ് ദുരുപയോഗപ്പെടുത്തുന്നത് എന്നതിൻ്റെ റിസർച്ചിൻ്റെ വിശേഷമാണ്. അപ്പം നല്ല രീതിയിലും കൊണ്ടുപോകാം, മോശമായ രീതിയിലും കൊണ്ടുപോകാം. ആറ്റം ബോംബ് കണ്ടുപിടിച്ച പോലെയാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ കണ്ടുപിടിച്ചതുപോലെ. ന്യൂക്ലിയർ പവർ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, നാശത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. എന്നതുപോലെ ഒരേ സമയത്ത് അപകടകാരിയും ഗുണപരമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സംഭവമാണ് ഡിജിറ്റൽ ടി വി. ഇന്നിപ്പോൾ ഇവിടെ അവാർഡ് നൽകുന്ന ഒരാൾ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. അദ്ദേഹം, എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ഇഷ്ടമല്ല അദ്ദേഹത്തെ, നല്ല അസൂയയാണ്. ഇങ്ങനെ ഒരാൾ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് എങ്ങനെ അദ്ദേഹത്തോട് അസൂയ തോന്നാതിരിക്കും? എല്ലാ ദിവസവും യാത്രയാണ്, ഈ ലോകം മുഴുവൻ ചെയ്യുന്ന യാത്ര. ആ യാത്രയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ആ യാത്രയിലെ നിരീക്ഷണങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം നമ്മളിലേക്ക് എത്തിക്കുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്നാൽ ഏറ്റവും മിനിമം 2 എപ്പിസോഡെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ വീട്ടിലെ ഉള്ളവരെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ആരാധകരാണ്. എൻ്റെ മദറിൻലോ, എൻ്റെ ഭാര്യയുടെ അമ്മ, അവർ ബോട്സ്വാനയിലെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും, പ്രാഗിലെ വിഷയങ്ങൾ പറയും, സ്വിറ്റ്സർലാൻഡിലെ പ്രശ്നങ്ങൾ പറയും. ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഈ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് അവർക്ക് ഈ അറിവ് മുഴുവൻ നേടിക്കൊടുക്കുന്നത്. ഈ യാത്ര ചെയ്യുക, എനിക്ക് എല്ലാ കുടുംബങ്ങളോടും ഞാനിപ്പോൾ പറയാറുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യണമെന്നാണ്. കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യണം. വലുതാവുമ്പോൾ ആ കുട്ടികൾക്ക് ഓർത്തു വയ്ക്കാനുള്ളത് മാതാപിതാക്കളുടെ കൂടെ നടത്തുന്ന ആ യാത്രയായിരിക്കും. അങ്ങനെ മലയാളിയെ കൊതിപ്പിക്കുന്ന, ലോകത്തുള്ള എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു യാത്രക്കാരൻ, അത് മനോഹരമായി ടി വിയിലൂടെയും ഡിജിറ്റൽ മീഡിയയിലൂടെയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ ശ്രദ്ധേയമായി. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല, പോസിറ്റീവ് മാത്രമാണ്. നെഗറ്റീവ് സാധനം കൊണ്ട് വേറെ ഒരു പരിപാടിക്ക് അദ്ദേഹം ഇതുവരെ ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് സത്യത്തിൽ ഞാൻ ഈ അവാർഡ് കൊടുക്കുമ്പോൾ, ഈ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ ഈ അവാർഡ് ഏറ്റവും കൂടുതൽ ധന്യമാകുന്നു എന്ന് ഞാൻ കരുതുന്നു. കൃത്യമായ കൈകളിലേക്കാണ് അവാർഡ് കൊടുക്കുന്നത്. ഈ 20ാം വാർഷികത്തിൽ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ, സാന്നിധ്യമാകാൻ കഴിഞ്ഞതിൽ അതൊരു വലിയ നിയോഗമാണെന്നും ഭാഗ്യമാണെന്നും കരുതിക്കൊണ്ട് എല്ലാ ആശംസകളും അമൃത ടി വിക്ക് നേരുന്നു. താങ്ക് യു സർ, താങ്ക് യു. ഞാൻ അടുത്ത കുറച്ചുപേരെയും കൂടി ഇങ്ങോട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം. സാർ പറഞ്ഞ അവാർഡിലൂടെ കടക്കുന്നതിന് മുമ്പ്, അതിനു മുമ്പ് നമ്മുടെ അമൃത വിദ്യാപീഠത്തിൽ നിന്നുള്ള കുട്ടികളാണ് അവിടെ ഇരിക്കുന്നവരെല്ലാം. ഒരു ഉണർവ് കിട്ടണല്ലോ, വലിയൊരു കൈയടിയൊക്കെ എവിടെ? നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ, നേരത്തെ സതീശൻ സാർ പറഞ്ഞ പോലെയാണ്, നിങ്ങളാണ് ഡിസിഷൻ മേക്കേഴ്സ് ഇപ്പോൾ. കാരണം നിങ്ങളാണ് ഇതിനെ എങ്ങനെ സ്വേ ചെയ്യണം, എങ്ങനെ സ്ക്യൂ ചെയ്യണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത്. തീർച്ചയായും ഞാൻ നേരത്തെ 20 അവാർഡെന്ന് പറഞ്ഞു. 20 കാറ്റഗറിയിൽ ഈ 2 അവാർഡുകൾ വെച്ച് നമ്മളൊരു 40 അവാർഡ് ഇത്തവണ കൊടുക്കും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ തീർച്ചയായും ആ അവാർഡുകളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, ഈ മേഖലയിൽ ഒരുപക്ഷെ ഡിജിറ്റലും സിനിമയും ഒരുപോലെ കൊണ്ടുപോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതിൽ ഇന്ന് നമ്മുടെ സിനിമയിലെ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റുകളുടെ പ്രസിഡന്റും, നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ എത്രയോ നാൾ മുമ്പ് തന്നെ, ഈ ഡിജിറ്റൽ മേഖലയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വളരെ വലിയ രീതിയിൽ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ആങ്കർ, ആക്ടർ ആൻഡ് ഓഫ് കോഴ്സ് സൂപ്പർ മോഡൽ, ലെറ്റ്സ് വെൽക്കം ശ്വേത മേനൻ ഓൺ ടു ദി സ്റ്റേജ്. ഇനി അടുത്ത ആളുടെ പേര് പറയുമ്പോൾ തീർച്ചയായും ഇന്നിപ്പോ അമൃതയിൽ അദ്ദേഹത്തിന്റെ വേറൊരു സ്ഥാനവും കൂടിയുണ്ട്. കാരണം ഇന്ന് അടുത്ത തലമുറയിലെ ഗായകരെ മുഴുവൻ കൃത്യമായി മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 18 വയസ്സിൽ തുടങ്ങി നമ്മളെ ഇന്നും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം സംഗീതജ്ഞൻ
ശരത് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മള് അടുത്ത് വിളിക്കാൻ പോകുന്ന ആള് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സിനിമാ മേഖലയിൽ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സിനിമകൾ കാണുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സോഷ്യൽ മീഡിയകളിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസും അദ്ദേഹത്തിൻ്റെ തഗുകളും എല്ലാ ദിവസവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്, വീണ്ടും വീണ്ടും കാണുന്നതാണ്. യു നോ ഹു ഐ ആം ടോക്കിംഗ് അബൌട്ട്. Ladies and gentlemen, put your hands together and welcome Dhyan Srinivasan onto the stage. നിങ്ങളും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ ആ ഫസ്റ്റ് അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ആ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും വോയിസ് ആയിട്ട് സംസാരിച്ചു. കാരണം ഇങ്ങനെ ഇത്രയധികം രാജ്യങ്ങൾ കണ്ടു നടന്ന് അത് കാണുക എന്നുള്ളത് മാത്രമല്ല, ഇത് നമ്മുടെ ഈ ഡിജിറ്റൽ മീഡിയയിൽ നമുക്കിന്നൊരു മൊബൈൽ ഫോണും കൊണ്ടുപോയി എടുക്കാം. ഇത് നല്ല വെയിറ്റുള്ള ക്യാമറയും തൂക്കി പോയി ചെന്ന് ഓരോ സ്ഥലത്തെയും കാര്യങ്ങൾ കണ്ടു എന്ന് മാത്രമല്ല, അത് നമ്മളിലേക്ക് പകർന്നു തരികയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഇന്നും സോഷ്യൽ മീഡിയയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതിനു മുമ്പുള്ള ടെലിവിഷൻ ഇറയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് the right person to be receiving the Lifetime Achievement Award. Ladies and gentlemen, അമൃത ടെലിവിഷൻ നൽകുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മീഡിയ അവാർഡ്സിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് നൽകി നമ്മൾ ആദ്യം ആദരിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. വീഡിയോ നമ്മളറിയാത്ത നമ്മുടെ ലോകത്തെ നമ്മളിലേക്ക് എത്തിച്ച കേരളം കണ്ട ഏറ്റവും വലിയ സഞ്ചാരി ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. മലയാളികൾക്ക് ലോകത്തെ ഡിജിറ്റലായി കാണിച്ചു തന്ന കാഴ്ചയുടെ മാന്ത്രികൻ. യാത്രാ വിവരണത്തിന്റെ ദൃശ്യസാധ്യത മലയാളികളുടെ മനസ്സിൽ പോലുമില്ലാതിരുന്ന 1997 കാലത്ത് ലോകത്തിന്റെ മാപ്പിലൂടെ ഒറ്റയ്ക്ക് പുതുവഴി വെട്ടി ദൃശ്യമാധ്യമ ചരിത്രത്തിൽ സഞ്ചാരം എന്ന വാക്കിന്റെ മറുപേരായി മാറിയ സഞ്ചാര വിപ്ലവകാരിയായ മാധ്യമ പ്രവർത്തകൻ. അഡ്വഞ്ചറസ് സ്റ്റോറി ടെല്ലർ, ടെലിവിഷൻ പ്രൊഡ്യൂസർ, സംവിധായകൻ, എഡിറ്റർ, ബ്രോഡ്കാസ്റ്റർ, എഴുത്തുകാരൻ, പബ്ലിഷർ, ലേബർ ഇന്ത്യ പബ്ലിക്കേഷൻസിന്റെയും സഫാരി ടിവിയുടെയും മാനേജിംഗ് ഡയറക്ടർ തുടങ്ങി SGK എന്ന വിളിപ്പേരിനെ അലങ്കരിക്കുന്ന വിശേഷണങ്ങൾ അനവധിയാണ്. 2012 മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, മികച്ച ടെലിവിഷൻ പ്രോഗ്രാം സംവിധായകനുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, KR നാരായണൻ അവാർഡ്, നാഷണൽ ഫിലിം അക്കാദമി അവാർഡ് തുടങ്ങി മേന്മയേറിയ നിരവധി അംഗീകാരങ്ങൾ. സന്തോഷ് ജോർജ് കുളങ്ങര ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ ടൂറിസ്റ്റ് ആകാനുള്ള തയ്യാറെടുപ്പിലാണ്. യാത്രകളെ അറിവും അനുഭവവുമാക്കുന്ന അവതരണ ശൈലിയിലൂടെ കണ്ടന്റ് ക്രിയേഷന് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് നൽകിയ പയനിയർ, കാലത്തിന് മുന്നേ നടന്ന് ജനറേഷൻ ഗ്യാപ്പില്ലാതെ ഇഷ്ടം നേടിയ നമ്മുടെ നാടിന്റെ വികസനത്തിന് ആഗോള കാഴ്ചപ്പാടുകൾ സമ്മാനിച്ച വിഷണറി. കഴിഞ്ഞ 28 വർഷങ്ങളായി ദൃശ്യമാധ്യമ മേഖലയ്ക്ക് നൽകുന്ന പകരം വയ്ക്കാനില്ലാത്ത സംഭാവനകൾക്ക് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് അമൃത TV സമ്മാനിക്കുന്നു അമൃത TV ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2025. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അദ്ദേഹത്തിന് നൽകി ആദരിക്കുന്നു ശ്രീ VD സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഒരു പൊന്നാട അണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നു. And of course, the cash check from Amrita TV director Sri Mahadev Iyer. Congratulations sir, congratulations. ഇത് വളരെ രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു നിമിഷമാണ്. കാരണം ഈ വേദി വളരെ സമ്പന്നമാണ് പ്രതിഭകളെ കൊണ്ട്. ഞാൻ ആദ്യമായിട്ട്
അമൃത ടി വിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം കേരളത്തിൽ കണ്ണുനീർ പരമ്പരകൾ അരങ്ങുവാണിരുന്നൊരു കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, വ്യത്യസ്തമായ ചില പരിപാടികളുമായി 2005 പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോകളുടെ തുടക്കം അമൃതയിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ടെലിവിഷൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. 93 മുതൽ ടെലിവിഷനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഈ ടെലിവിഷനിൽ വരുന്ന മാറ്റങ്ങൾ, ലോകത്തെന്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പഠിക്കുന്ന ഒരു കാലത്ത് കേരളത്തിൽ ആ മാറ്റത്തിന് തുടക്കമിട്ട ഒരു ചാനൽ എന്ന നിലയിൽ അമൃത കൊണ്ടുവന്ന ആ വിപ്ലവം, ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ സഫാരി എന്നൊരു ചാനൽ സ്വപ്നം കാണുമ്പോൾ വ്യത്യസ്തമായ ചിന്തകളും ആശയങ്ങളും കേരളം സ്വീകരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഒരു മാതൃക ശരിക്കും അമൃത തന്നെയായിരുന്നു. ഞാൻ ലോകം കണ്ടു അല്ലെങ്കിൽ ഒത്തിരി രാജ്യങ്ങളുടെ യാത്ര ചെയ്തു എന്ന് ആളുകൾ പറയുമ്പോഴും ഞാൻ സ്വയം അഭിമാനിക്കുന്ന ഒരു കാര്യം, ഈ കേരളത്തിൽ ഏറ്റവും അധികം ടെലിവിഷൻ ചാനലുകൾ കണ്ടിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും എന്നുള്ളതാണ്. കാരണം ഞാൻ ഏത് രാജ്യത്ത് പോയാലും, ആ രാജ്യത്ത് ഏത് സ്റ്റേറ്റിലേക്ക്, ഏത് പ്രൊവിൻസിലേക്ക് പോയാലും രാത്രി ഷൂട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ എൻ്റെ ജോലി ആ ഹോട്ടൽ മുറിയിലെ ടെലിവിഷനിൽ ആ നാട്ടിലുള്ള പ്രാദേശിക ചാനൽ വരെയുള്ള ചാനലുകളെ കാണുക, പറ്റുമെങ്കിൽ പുലർച്ചയോളം കാണുക, അവരുടെ ടെക്നോളജി എന്താണെന്ന് പഠിക്കുക, അവർ ചെയ്യുന്ന പരിപാടികൾ എങ്ങനെയാണെന്ന് വിശകലനം ചെയ്യുക, അതെങ്ങനെയാണ് നമ്മുടെ നാടിന് ഗുണമുള്ള ആശയങ്ങളാക്കി മാറ്റാൻ കഴിയുക എന്ന് ചിന്തിക്കുക. അതിലൊപ്പം ചിന്തിക്കും, ട്രാവലിൻ്റെ ഒരു ചാനൽ ഈ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ, അവരെന്തെങ്കിലും പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ. അപ്പോൾ ഈ ആശയങ്ങൾ കൊണ്ടുവന്ന അമൃതയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം ഇന്ന് എന്നെ ഈ സ്നേഹപൂർവ്വം ആദരിക്കാൻ കാണിച്ച മനസ്സിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു. എനിക്ക് അവാർഡ് തന്നയാളെക്കുറിച്ചും 2 വാക്ക് പറയാതെ തരവില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളും ഞാനും ഒക്കെ കണ്ട ഒരു അഭിമുഖ പരിപാടിയുണ്ട്. നാളത്തെ കേരളം എന്തായിരിക്കണമെന്ന് സ്വപ്നം കാണുന്ന ഒരു മനുഷ്യൻ്റെ ചിന്തകൾ. നമുക്കറിയാം, അത്തരം ചിന്തകൾ കേൾക്കാനില്ലാത്ത ഒരു കാലത്ത് ജീവിക്കുന്ന നമ്മൾ, രാഷ്ട്രീയ മെയ്വഴക്കത്തിൻ്റെയും അഭ്യാസത്തിൻ്റെയും മാത്രം വാചക കസർത്തുകൾ കേൾക്കുന്ന ഒരു കാലത്ത് ഭാവി കേരളം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായ വീക്ഷണമുള്ള ഒരു ആളെ, ഒരു നേതാവിനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആദരവ് അദ്ദേഹത്തോട് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമില്ല. ആ ആദരവ് ഞാനിവിടെ വെച്ച് അങ്ങേ അറിയിക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ ഏതെങ്കിലും ഒരു ഭരണാധികാരി നാളെ കേരളത്തിൽ നടപ്പാക്കിയാൽ കേരളം നമ്മളൊക്കെ സ്വപ്നം കാണുന്ന, ഞാൻ സഞ്ചാരത്തിലൂടെ കാണിച്ച് ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞ, കഴിഞ്ഞ 27 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കേരളമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നടപ്പാക്കാൻ നമ്മുടെ വരുന്ന ഭരണാധികാരികൾക്ക് കഴിയട്ടെ, അത്തരം ആശയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. സാർ, നിർത്തുന്നതിന് മുമ്പ് 1-2 നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് യാത്രകൾ, സതീശൻ സാറ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരുപാട് യാത്രകൾ ചെയ്ത് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുമല്ലോ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് പറയുമ്പോൾ ഒരു സ്ഥലം കാണാൻ പോകണം എന്ന് സജസ്റ്റ് ചെയ്യണേ, ലോകത്തെ പല സ്ഥലങ്ങളും നമ്മുടെ അടുത്ത് കാണാൻ പോകണമെന്ന് സജസ്റ്റ് ചെയ്യണല്ലോ, ഒരു സ്ഥലം കാണാൻ പോകണമെന്ന് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതായിരിക്കും ആ സ്ഥലം? ഞാൻ ഇതേ ചോദ്യം എന്നോട് ഒരു 20 കൊല്ലം മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്ന സ്ഥലമായിരിക്കില്ല ഓരോ വർഷം കഴിയുമ്പോഴും എന്നോട് ചോദിച്ചാൽ പറയുക. കാരണം ഓരോ യാത്രയും കഴിയുമ്പോൾ, സത്യം പറയട്ടെ, അതൊക്കെ നമ്മളെക്കാൾ ഭേദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ യാത്രയും കഴിയുമ്പോൾ എനിക്ക് ഈ നാട് പോലെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ നാടൊന്ന് നമ്മുടെ ആളുകൾ കണ്ടിരുന്നെങ്കിൽ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും പറയും, നമ്മുടെ കേരളത്തിൻ്റെതായ ചില ചിന്താ രീതികൾ അല്ലെങ്കിൽ ചില ഐഡിയോളജികളൊക്കെ ഒരു കാലത്തുണ്ടായിരിക്കുകയും എന്നാൽ ഇന്ന് ലോകത്തെ പിടിച്ചു നിർത്താൻ കരുത്താർജിക്കുകയും ചെയ്ത ഒരു രാജ്യമുണ്ട്, ചൈന. ഞാൻ പറയുന്നു, നമ്മൾ ചൈനയൊന്ന് പോയി കാണണം. നമ്മൾ ഈ പറയുന്ന സംഭവമൊന്നും അല്ല ചൈന. ചൈനയുടെ ഉള്ളിലേക്ക്, ചൈനയുടെ നഗരങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നൂതനമായ ആശയങ്ങളും വ്യക്തമായ വിഷനും അതിഗംഭീരമായ സ്വപ്നങ്ങളുമായിട്ട് കുതിക്കുന്നൊരു രാജ്യമാണ്. ഒരു സംശയം വേണ്ട, അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് അമേരിക്കയൊക്കെ ഇവർ മറികടക്കും. കാരണം അമേരിക്കയിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ കൂടി അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈനയൊന്ന് കണ്ടിരിക്കേണ്ടത് നല്ലതാണ് നമ്മുടെ മലയാളി പ്രേക്ഷകർ എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിനകത്തല്ലെങ്കിലും ചൈനയിൽ പോയി കണ്ടുകഴിഞ്ഞാൽ നല്ലതായിരിക്കും സാർ. എന്തായിരുന്നാലും ആദ്യമേ തന്നെ ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, വെരി വെൽ ഡിസർവ്ഡ് അവാർഡ്. താങ്ക്സ് അലോട്ട്. എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് വലിയൊരു കൈ. നമുക്ക്
ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നമ്മൾ ഇപ്പോൾ സന്തോഷ് സാറിന് കൊടുത്തു. നമ്മൾ ഒരാളുടെയും കൂടി കാര്യം പറയാതെ ഇവിടെ പോകാൻ സാധിക്കില്ല സർ. കാരണം എല്ലാവരോടും പറയാനുള്ള കാര്യം, നമുക്ക് നേരത്തെ സതീശൻ സാർ പറഞ്ഞ പോലെ റിട്ടൺ വേർഡാണ് ആദ്യത്തെ റെവല്യൂഷൻ. അത് കഴിഞ്ഞ് ആ റെവല്യൂഷൻ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് റേഡിയോ എന്ന് പറയുന്ന മീഡിയം ഉപയോഗിച്ചു. ആ റേഡിയോയിൽ നിന്നും ടെലിവിഷനിലേക്ക് വന്നു. ടെലിവിഷനിൽ സ്വകാര്യ ടെലിവിഷനുകളിലെ ഏറ്റവും വലിയ ടെലിവിഷനുകളിലേക്ക് കൊണ്ടുവന്നു. സ്വന്തം ബ്രാൻഡ് ഉണ്ടാക്കി. ആ ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് അതിന് ഡിജിറ്റൽ സ്പേസിൽ ഏറ്റവും വലിയ വളർച്ച കൊടുത്ത ഒരു വ്യക്തി. ആ പേര് പറയുമ്പോൾ ആ ചുരുക്കപ്പേരാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ പറയുക. പക്ഷേ നമുക്കെല്ലാവർക്കും അദ്ദേഹം ശ്രീകണ്ഠൻ നായരാണ്. SKN ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി അമൃത TV ആദരിക്കുന്നു. SKNന്റെ വീഡിയോ പ്ലീസ്. ആർ ശ്രീകണ്ഠൻ നായർ 1984 റേഡിയോയിലെ ശ്രോതാക്കളുടെ ഒരു നിമിഷം കവർന്ന തുടക്കം. നമ്മളിലുള്ള നേരും നർമ്മവും അവ തമ്മിലുള്ള പോർവിളിയും ചേർന്ന നമ്മൾ തമ്മിലിലൂടെ ടെലിവിഷനിലെ പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയ ടെലിവിഷൻ സ്റ്റാർ. കാര്യവും കോമഡിയും കളിതമാശകളും കലക്കൻ കളറോടെ കട്ടയ്ക്ക് ചേർത്തുള്ള അവതരണ മികവിൽ കേരളീയരുടെ കരളിൽ കുടിയേറിയ കൊട്ടാരക്കരക്കാരൻ. ഗുഡ് ബൈ എന്ന ഒറ്റ എൻഡ് പഞ്ചിലൂടെ സ്വന്തമായൊരു ശൈലി രൂപപ്പെടുത്തിയ അവതാരകൻ. ശ്രീകണ്ഠൻ നായർ ഷോ എന്ന പ്രോഗ്രാം തുടർച്ചയായി 6 മണിക്കൂർ അവതരിപ്പിച്ചതിനുള്ള ഗിന്നസ് റെക്കോർഡ്. രാജതന്ത്രം എന്ന മലയാള സിനിമയുടെ തിരക്കഥാകൃത്ത് ശ്രീകണ്ഠൻ നായരെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഏറെയാണ്. മലയാളി പ്രേക്ഷകരുടെ വൈവിധ്യമുള്ള ആസ്വാദനത്തിന്റെ മർമ്മമറിഞ്ഞ് മിനി സ്ക്രീനിലെ വാർത്താ വിനോദ ചാനലുകളിൽ ശ്രീകണ്ഠൻ നായർ നടത്തിയിട്ടുള്ള ട്രെൻഡിംഗ് പരീക്ഷണങ്ങൾ പിന്നീട് മറ്റ് മലയാള മാധ്യമങ്ങൾ പിന്തുടർന്നുവെന്നത് ചരിത്രം. എമ്മി അവാർഡ് ഇന്റർനാഷണൽ വിധികർത്താവായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അപൂർവം ഇന്ത്യൻ വ്യക്തിത്വങ്ങളിൽ ഒരാൾ. മലയാളികൾക്ക് ഫ്ലവേഴ്സ് TV, 24 എന്നീ മികച്ച ചാനലുകൾ സമ്മാനിച്ച പ്രതിഭ. കഴിഞ്ഞ 41 വർഷക്കാലമായി വ്യത്യസ്ത മാധ്യമങ്ങളിൽ അവതാരകനായും നിർമ്മാതാവായും സംവിധായകനായും സംരംഭകനായും പ്രവർത്തിച്ചുകൊണ്ട് മലയാള മാധ്യമ മേഖലയ്ക്ക് നൽകിയ നിസ്തുല സംഭാവനകൾക്ക് മലയാളികളുടെ SKNന് അമൃത TV ബഹുമാന പുരസ്കാരം സമ്മാനിക്കുന്നു. അമൃത TV ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2025. നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം നമ്മുടെ ബഹുമാനപ്പെട്ട SKNനെ. Sadishan sir, to do the honors of presenting the Lifetime Achievement Award. Amrita Television നൽകുന്ന Lifetime Achievement Award. The Executive Director, കൃഷ്ണചന്ദ്രൻ sir, പൊന്നാട അണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നു. And Sri Mahadev Iyer to present him with the cash check. പ്രിയപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ്, വേദിയിലുള്ള മറ്റുള്ളവരെ, സദസ്സിലുള്ള പ്രഗത്ഭരെ, ഈ സന്തോഷ് ജോർജ് കുളങ്ങര ഇങ്ങോട്ട് നടന്നു കയറുമ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ഇവർ പ്രഖ്യാപിച്ചു, നിങ്ങൾ ആ അക്കടി വീഴരുതെന്ന് പറഞ്ഞു. കാര്യം ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മൂലക്കിരുത്താനുള്ള ഏറ്റവും നല്ല പുരസ്കാരമാണ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് ആദ്യം അദ്ദേഹത്തിന് കൊടുത്തപ്പം ഒരു രീതിയിൽ ഞാൻ സന്തോഷിച്ചു, ഒരു എതിരാളി ഇല്ലാതായല്ലെന്ന്. അപ്പോഴാണ് ആ ആയുധം എനിക്ക് നേരെയും വരുന്നു എന്ന് മനസ്സിലായത്. അപ്പോഴാണ് എനിക്ക് പറഞ്ഞാൽ കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയണം. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് സന്തോഷ്, ഈ ഒരു അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്നതൊക്കെ ഇപ്പോഴത്തെ ഭാഷയിൽ വൈറലാകുന്നതുകൊണ്ട് വഴിയിറങ്ങി നടക്കാൻ വയ്യ. ഈയിടെ കേരള വിഷനിൽ പോയി ഒരു പ്രസംഗം നടത്തിയിട്ട് വലിയ അപകടമായി. അപ്പോൾ അതുകൊണ്ട് ശേഷം വാവിട്ട വാക്ക് ഞാൻ വളരെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല, പിന്നീട് ഇപ്പം ഞാൻ ഇപ്പോൾ ശ്വേതാമേനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയാതെ പറഞ്ഞാലും ആൾക്കാർ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്ത് കളയാം. വലിയ അപകടമാണ്. ശ്വേതയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം. നമുക്കൊരു പക്ഷേ ഈ ഒരു പുരസ്കാരം വാങ്ങാൻ വരണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നടക്കാതെ പോയൊരു സ്വപ്നത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. ഈ ഫ്ലവേഴ്സ് TV സംപ്രേഷണം തുടങ്ങുന്ന സമയത്ത്
എനിക്ക് തോന്നി ഈ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകാർ തമ്മിൽ എന്തിനാ ഇത്രയും ശത്രുത, ഉള്ളടക്കത്തിൽ മത്സരിച്ചാൽ പോരെ, അവർക്ക് കാണുമ്പോൾ സംസാരിക്കാനും പത്രത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ പോലെ വൈകിട്ടൊരു കോഫി കഴിക്കാനും ഒക്കെ ഒന്നിച്ചു കൂടിക്കൂടെ എന്നുള്ള സംഭവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫ്ലവേഴ്സ് TV അവാർഡ് പ്രഖ്യാപിച്ചു. അതിലൂടെ നമ്മൾ കുറേ ആൾക്കാരെ ആദരിക്കാൻ ശ്രമിച്ചു. കുറേ ചാനലുകാർ വന്നു, കുറച്ച് ചാനലുകാർ വന്നില്ല. പക്ഷേ ഈ ഒരു 10 കൊല്ലത്തിന് ശേഷം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു പോയി. ഇപ്പോഴും ഈ ചാനലുകളിൽ തമ്മിലുള്ള മത്സരമോ കുടിപ്പകയോ കുന്നായ്മയൊന്നും കളയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അത് കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പരസ്യ വരുമാനമൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പം ശത്രുത കൂടിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ചായ കുടിക്കുകയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾക്ക് KTF എന്നൊരു സംഘടനയൊക്കെ ഉണ്ട്. സംഘടനയിലൊക്കെ പോയിരുന്ന് ചായ കുടിക്കുന്നതൊക്കെ ഉണ്ട്. എന്നാൽ പോലും ആ ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. കാരണം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒന്നിച്ച് ചായ കുടിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുള്ള ഒരു നാട്ടിൽ നമുക്കെന്തുകൊണ്ട് അതൊക്കെ കഴിയുന്നില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ അതിന് അമൃത TV നടത്തിയ ഒരു ചുവടുവയ്പ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എന്തായാലും വളരെ നന്നായി. നമുക്കിപ്പോൾ ചാനലുകൾ ഏതായാലും പരിപാടി നന്നായാൽ മതി എന്ന് പറയുന്ന പുതിയ സൂത്രവാക്യം കൊണ്ട് ആളുകൾ പരസ്പരം ബഹുമാനിക്കട്ടെ, പരസ്പരം ആദരിക്കട്ടെ എന്നാണ് അമൃത TVക്ക് പ്രത്യേകിച്ചും. ഞാനിപ്പോഴും കേരളത്തിലെ എല്ലാ TV ചാനലുകളെക്കുറിച്ചും ടെലിവിഷനിൽ പറയുന്ന ഏക വാർത്താ മാധ്യമം 24 ആണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. കാരണം നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ പേര് സ്വകാര്യം എന്ന് പറയുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരാളിൻ്റെ പേര് പറയേണ്ടി വരികയാണെങ്കിൽ അയാളുടെ പേരൊഴിച്ചെല്ലാം പറയും. അതേസമയം ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പോൾ എൻ്റെ പേര് തന്നെ ഒരു സ്ഥലത്ത് ഒരു വേറൊരു ചാനലിൽ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ പറയാതിരിക്കും. എന്നാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ അന്തരിച്ചു, ഒരു യുഗം അവസാനിച്ചു, ഒരു യുഗമൊക്കെ വെറുതെ അങ്ങ് ഉപയോഗിക്കും. അപ്പോൾ അന്ന് പറയാൻ വെച്ച കാര്യങ്ങളിൽ ഒരു 100-1 ഇന്ന് പറഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങര ലോകമൊക്കെ കണ്ട മനുഷ്യനാണ്. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു കാര്യം, കേരളം പോലും പൂർണ്ണമായിട്ട് കണ്ടില്ല, ഇനിയാണ് നമ്മൾ ലോകം മൊത്തം കാണുന്നതെന്ന് ആലോചിക്കും. അപ്പോൾ മാത്രമല്ല എനിക്ക് പിന്നാലെ വരുന്ന 1-2 പേർക്ക് കുളങ്ങരയായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ വക്കീലൊരു കാര്യം പറയും. ഓക്കെ, തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. അപ്പോൾ എന്തായാലും ജി അങ്ങയുടെ പുരസ്കാരം തന്നതിന് അങ്ങേക്ക് നന്ദി, എല്ലാവർക്കും നന്ദി. ശരത്തെന്താ ഒരു വിഷമിച്ച് നിൽക്കുന്നത്? അവാർഡ് കിട്ടിയല്ലോ എന്നുള്ള വിഷമം അല്ല, ഇങ്ങനൊരു പാതകം ചെയ്യണമായിരുന്നു എന്നുള്ളതല്ലേ? ഇതിൻ്റെ കുറേ സന്തോഷം. ഇത് ഞാൻ പറയേണ്ട കാര്യമല്ല. ഈ ടെലിവിഷൻ മാധ്യമത്തിൽ വരാൻ കാരണം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ അണ്ണാച്ചിയാണ്. അപ്പോൾ എനിക്കൊരു കാര്യമേ അങ്ങയോട് പറയാനുള്ളൂ, അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഐ ലവ് യു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ശ്വേതാ മേനൻ എന്ന വ്യക്തി മലയാളികളെ കാണിച്ചു കൊടുത്തത്, അല്ലാതെ ഈ ഒരു വ്യക്തിൻ്റെ ഈ ഭാഗവും ഉണ്ട് എന്ന് ശ്രീയേട്ടനാണ്. വൈറലാവണ കാലമാണ് കറക്റ്റായിട്ട് വ്യക്തമായിട്ട്. എന്ത് ഇതിന് വൈറലാവാൻ ഞാൻ റെഡിയാണ്. അതെ, എനിക്ക് ഭയങ്കര ഐ എം സോ പ്രൗഡ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് തന്ന ഒരു വെഡ്ഡിങ് ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്കൊരു റിയാലിറ്റി ഷോ തന്നത്. അത് 3-4 സീസൺ നമ്മൾ ചെയ്തത് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് വിഷനറി. മൂപ്പർക്ക് അറിയാം എൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, മിക്ക ഹിന്ദിയും ഇംഗ്ലീഷ് എല്ലാം ആണ് വരിക. പക്ഷേ ഹീ സെഡ് അതാണ് നമ്മുടെ മലയാളികൾക്ക് അറിയേണ്ടത്, ഇതാണ് ഫ്യൂച്ചർ ജനറേഷൻ. അങ്ങനെയാണ് ശ്രീയേട്ടൻ എന്നെ ഈ മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ശ്വേത എനിക്ക് തിരിച്ച് ഒരു സമ്മാനം തരികയും ചെയ്തു. വലിയ അപകടമായിപ്പോയി. മഴവിൽ മനോരമയിലെ ലൈവ് പരിപാടിയിൽ എനിക്കൊന്ന് ശ്വേത ആരെയോ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്നുള്ള കാര്യം ചർച്ച ചെയ്യുമായിരുന്നു. അത് സ്നേഹം കൊണ്ട് ശ്വേത മിഥുൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. അപ്പോൾ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പം അപ്പം ഞാൻ ഒരു കോമഡി ഇരിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ അറിയാതെ പറഞ്ഞു, നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, നമുക്കെന്താ കുഴപ്പം, ചാടി വന്ന് കെട്ടിപ്പിടിച്ച് ലൈവല്ലേ, എനിക്ക് വല്ലതും പറയാൻ പറ്റും, എന്നിട്ട് വിടുന്നില്ല. ഞാൻ പറഞ്ഞു ലൈവ് പോവാണ്, ലൈവ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ ഞാൻ കുറെ പാടുപെട്ടു. താങ്ക് യു. സന്തോഷം ശ്വേത, താങ്ക് യു. ഞാൻ തമാശ പറഞ്ഞ വളരെ സ്നേഹ സമ്പന്നയാണ് ശ്വേത. ഓക്കെ, താങ്ക് യു. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി മനസ്സറിന് ഒരു വലിയ കൈയടി അദ്ദേഹത്തിന്. താങ്ക് യു സർ, താങ്ക് യു. എല്ലാവരും താങ്ക് യു, താങ്ക്സ്. നമുക്ക് നമ്മുടെ അടുത്ത അവാർഡ്സിലോട്ട് പോകുന്നതിന് മുമ്പ് അഗൈൻ സോഷ്യൽ മീഡിയയിലെ സെൻസേഷൻ ആയിട്ടുള്ള 2 പേരെ കൊണ്ടുവന്നിട്ട് നമുക്കൊരു ഡാൻസ് പെർഫോമൻസിലോട്ട് പോവാം. ലെറ്റ്സ് വെൽക്കം വിഷ്ണു ഗ്രൂവി ആൻഡ് അന്ന പ്രസാദ്.
அலையே சிற்றலையே கரை வந்து வந்து போகும் மலையே தொடுவாய் மெதுவாய் படர்வாய் என்றால் நுரையாய் கரையும் மலையே தொலைவில் பார்த்தால் ஆமாம் என்கின்றாய் அருகில் வந்தால் இல்லை என்றாய் நகில நகில நகிலா ஓ நகிலா நகிலா ஓ நகில நகில நகிலா ஓ நகிலா நகிலா. மைனர் வெட்டி கட்டி மச்சினி மனசுல அம்பு விட்டா மச்சினி கண்ணாடி மாட்டிக்கிட்டு என்ன பார்த்து நச்சுன்னு கண்ணடிச்சா கையெல்லும் பிஞ்சு இப்போ மச்சினி கரையில குந்திக்கிட்டா மச்சினி கைலிய கட்டிக்கிட்டு மூலையில கட்டிலில் சாஞ்சிக்கிறான் கல்யாண புதுசுல வாசந்த பூசுவேன் சேல சிக்கில ஒட்டி மடியில நான் மடிஞ்சிட்டேன் முத்தாமு தந்த பூவ கொடுத்த சக்கர கோலத்தான் பேசி சிரிப்ப பூசாம நீயும் குறை பேசி போன குடிகாரானே குடிகார ஆகி போய் மச்சினி குழி தோண்டி தள்ளி புட்டா மச்சினி ஆசைய பேசாமதான் என்னையும் அக்கறையில விட்டு புட்டானே மைனர் வெட்டி கட்டி மனசுல அம்ப விட்டா மதிராசி மல்லிப்பூ மணமுள்ள மலையாளி செடியுள்ள மணவாட்டியே நின் பிடி வாசி யசாந்தன் கண்ணேரில் பூட்டானி மனமாக பரவேசமே சின்ன பின்ன பதிச்சே தண்ணி பதிச்சே நினைச்சே கண்ணு குறுங்கி நின்னே கள்ளம் கூடம் போல கண்ணில் கடனே സൂര്യൻ തനിച്ചിരിക്കുന്നു പകച്ചിരിക്കുന്നു ഒളിച്ചിരിക്കുന്നു വെളിച്ചം മങ്ങണ് നിനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണ്ട പെണ്ണെ ഭൂമി കറങ്ങി നിൽക്കണ് കുലുങ്ങി നിൽക്കണ് തല കുനിക്കണ് കടലിളക്കണ് തിളച്ചു നിൽക്കണ ഉലുക്ക നീയടി പൊന്നെ ഡെല്ലുള്ളു മൈ ഡെല്യൂഷണൽ സൊല്ലുള്ളു ബന്ധിപ്പൂ പെണ്ണെ ഞാൻ still on you ഡെല്ലുള്ളു എൻ ട്രഡീഷണൽ ചിലപ്പു എന്നും കണ്ടാലും I on you ഡെല്ലുള്ളു മൈ ഡെല്യൂഷണൽ സൊല്ലുള്ളു ബന്ധിപ്പൂ പെണ്ണെ ഞാൻ still on you ഡെല്ലുള്ളു എൻ ട്രഡീഷണൽ ചിലപ്പു എന്നും കണ്ടാലും I on you നമുക്കൊരു ക്വിക്ക് വേർഡ് ഓഫ് താങ്ക്സ് ടു അവർ സ്പോൺസേഴ്സ്. A shout out MyG Future, Devon Foods, Leo Hospital Wayanad, Fine Day Homes, Aquastar, Destination Capture, Kairali Agriculture, Swarnamukhi Gold and Diamonds, Vaidyaratna Aushadashala and Life Planner Studies.
ഒരു വലിയ അപ്ലോസ് കൊടുക്കാം. ബിക്കോസ് ഓഫ് ദ സപ്പോർട്ട് വി ആർ ഏബിൾ ടു പുൾ ദിസ് ഓഫ്. അടുത്ത സെറ്റ് ഓഫ് അവാർഡ്സിലോട്ട് കടക്കാൻ പോവാണ്. അടുത്ത സെറ്റ് ഓഫ് അവാർഡ്സ് നൽകുന്നതിനായിട്ട് ഞാൻ വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസൻ. നമുക്ക് ഈ അവാർഡുകൾ നൽകാനായിട്ട് നമ്മുടെ സ്പോൺസറും ഒപ്പം നമുക്ക് ഒരുപാട് സപ്പോർട്ട് നൽകുന്നതുമായിട്ടുള്ള സെറഫിൻ ദേവ് ഇംപെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കുറച്ചുകൂടി എടുത്തു പറഞ്ഞാൽ ദേവ് സ്നാക്സ്. ദേവ് സ്നാക്സിന്റെ MD ഡോക്ടർ റോണക്കിനെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ. ഡോക്ടർ റോണക്, അഗൈൻ താങ്ക്സ് അലോട്ട് ഫോർ ദ കണ്ടിന്യൂഡ് സപ്പോർട്ട്. തീർച്ചയായും അദ്ദേഹത്തിന് നമുക്ക് നൽകുന്ന സപ്പോർട്ടിന്, അമൃത TVക്ക്, നമ്മുടെ അമൃത ഡിജിറ്റൽ മീഡിയ അവാർഡ്സിന് നൽകുന്ന സപ്പോർട്ടിന് ഒരു സ്നേഹോപഹാരം. നമ്മൾ അടുത്ത കൊടുക്കാൻ പോകുന്ന അവാർഡ് സ്റ്റാറാണ്, സോഷ്യൽ മീഡിയയിലെ താരം. ഫോളോവേഴ്സ് മാത്രമല്ല, അത് തീർച്ചയായും ആ ഫോളോവേഴ്സിൻ്റെ അടുത്ത് എൻഗേജ് ചെയ്യുന്ന രീതി, കൊടുക്കുന്ന കോണ്ടന്റ്, എന്തിന് അവരുടെ ലൈഫ് എത്രത്തോളം ഫോളോ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്രൈറ്റീരിയ വെച്ചാണ് നമ്മൾ സോഷ്യൽ മീഡിയ സ്റ്റാറിനെ തിരഞ്ഞെടുത്തേക്കുന്നത്. 2 പേർക്കുണ്ട് അവാർഡ്. ആദ്യത്തെ അവാർഡ് നമുക്ക് ആദ്യം കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് GP എന്നാണ്. ഗോവിന്ദ് പത്മസൂര്യ, വീഡിയോ പ്ലീസ്. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തിളങ്ങുന്ന അസാധാരണ സാന്നിധ്യം. ആക്ടർ, ആങ്കർ, എന്റർടൈനർ എന്നിവ ചേർന്ന ഒരൊറ്റ പവർ പാക്ക്. തന്റെ സ്വാഭാവികമായ ചിരിയും കരിഷ്മയും കൊണ്ട് ഷോ ഹോസ്റ്റിംഗിന് ഒരു പുതിയ വൈബ് നൽകിയ അവതാരകൻ. ഓരോ വേദിയും തന്റെ എനർജിയാൽ ജീവസുറ്റതാക്കി മാറ്റുന്ന താരം. സ്വന്തം ജീവിതത്തിലേക്ക് ക്യാമറ തിരിച്ചുവെച്ച് ചിത്രീകരിച്ച വീഡിയോകളിലൂടെ സോഷ്യൽ മീഡിയയിലും ആരാധകരെ നേടിയ ഇൻഫ്ലുവൻസർ. അടയാളങ്ങളിലെ നായകനിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ച് അഭിനയത്തിലും അവതരണത്തിലും സ്വന്തം സ്റ്റൈലും സ്റ്റാൻഡേർഡും അടയാളപ്പെടുത്തിയ പ്രേക്ഷകരുടെ സ്വന്തം GP. സോഷ്യൽ മീഡിയ സ്റ്റാർ 2025 ഗോവിന്ദ് പത്മസൂര്യ. Ladies and gentlemen, please put your hands together and welcome our own Govind Padmasurya. തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് കിട്ടിയ അവാർഡ് കിട്ടിയ ആളെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ അവാർഡ് കൊടുത്ത് ഒതുക്കിയത്. അല്ലു അർജുൻ അറിയേണ്ട ആളെയായിരുന്നു. ആദ്യത്തെ 2 പടം കഴിയുമ്പോ നേരെ പിടിച്ച് ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഒന്ന് ഒതുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പലപ്പോഴും വഴി തെറ്റിപ്പോകുന്ന സ്ഥലങ്ങളൊക്കെ എനിക്ക് വളരെ സുന്ദരമാവാറുണ്ട്. അല്ലെങ്കിൽ വളരെ കുറച്ചും കൂടെ പോസിറ്റീവായി പറഞ്ഞു കഴിഞ്ഞാൽ വീണടം വിഷ്ണുലോകം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാനൊരു TV ആങ്കർ ആവുന്ന അങ്ങനെയാണ്. ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നു, അവിടെ അവർ എന്നെ കണ്ട് ടെലിവിഷൻ ആങ്കർ ആവാൻ ക്ഷണിക്കുന്നു. എൻ്റെ സിനിമയേക്കാൾ കൂടുതൽ എൻ്റെ ആ ഷോ പോപ്പുലർ ആവുന്നു. എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ മീഡിയയിലേക്കുള്ളൊരു എൻട്രിയും അങ്ങനെ തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ 2020 അല വൈകുണ്ഠപുരമുലു ചെയ്ത സമയത്ത് ആ സിനിമ ഒരു ഗംഭീര ഡെബ്യൂ ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമ ചെയ്ത് കഴിഞ്ഞ് 3 സിനിമ ഒപ്പം സൈൻ ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും സിനിമയിൽ ഒരു സെറ്റിൽ നിന്നും ഈ ധ്യാനിനെയൊക്കെ പോലെ അടുത്ത സെറ്റിലേക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവാറില്ല. വലിയ ഗ്യാപ്പുകൾക്ക് ശേഷമാണ് എനിക്കെപ്പോഴും സിനിമ കിട്ടാറ്. അപ്പോൾ ആദ്യമായിട്ട് വൈകുണ്ഠപുരം കഴിഞ്ഞപ്പോൾ 3 സിനിമ ബാക്ക് ടു ബാക്ക് സൈൻ ചെയ്യുന്നു. ഇതെല്ലാം ഫെബ്രുവരി 2020. മാർച്ച് 2020 ലോക്ക്ഡൗൺ സംഭവിക്കുന്നു. എല്ലാം ശുഭം. അപ്പോൾ പിന്നെ ഏപ്രിൽ മെയ് സമയങ്ങളിൽ എന്ത് ചെയ്യും, വാട്ട് നെക്സ്റ്റ്? കാരണം എനിക്കാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരുന്നൊരു ശീലവുമില്ല. എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ തോന്നിയൊരു കുസൃതിയായിരുന്നു ജൂൺ 16 എൻ്റെ ബർത്ത്ഡേ സമയത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരാളെ ഹാപ്പി ആക്കിയിട്ട് ഇന്ന സാധനം ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കൊരു വീഡിയോ അയച്ചു തരുമെന്ന്. ഞാൻ അതിന് GP I made someone happy എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിനായിട്ട് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്കൊരു 10-500 വീഡിയോ വന്നു. എൻ്റെ 2ാമത്തെ വീഡിയോ ഈ 500 വീഡിയോ കമ്പൈൽ ചെയ്തുകൊണ്ടുള്ള സാധനങ്ങളാണ്. തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരൊക്കെ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചിരുന്നു. ഇത്തവണത്തെ ഒരു വേതനം ഞങ്ങൾ ഇന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു. സോ അതെൻ്റെ ഒരു റിയലൈസേഷൻ പോയിന്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ ട്രൈ ചെയ്തു. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ദാറ്റ്. ഓൾമോസ്റ്റ് ഞാൻ 150 മില്യൺ വ്യൂസ് ആ യൂട്യൂബ് ചാനലിൽ ഉണ്ടാക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാൻ തെലുങ്ക് സിനിമകളാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ
മലയാളമായിട്ടുള്ള കണക്ട് എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ ഈ ഡിജിറ്റൽ മീഡിയയിലാണ്. അളിയൻ ഇപ്പോഴും മലയാളം മറന്നില്ലല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മലയാളികളുമായി കണക്ട് നഷ്ടപ്പെട്ട് മലയാള ഭാഷ മറന്നില്ലല്ലോ. അതാ തെലുങ്കിൽ അതുകൊണ്ടായിരിക്കും, അത് മനസ്സിലാക്കണം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കും. കൊറോണ സമയത്താണെന്ന് തോന്നുന്നു ഒരു ദിവസം ഭാര്യ അങ്ങനെ GP ഫോളോവർ ആണ്, അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് GPയുടെ കൊറോണ സമയത്ത് കാണുന്നു. രാവിലെ അളിയൻ ജിമ്മിൽ പോകുന്നു, ഷൂട്ടിന് പോകുന്നു, അതിനിടയിൽ പട്ടാമ്പി വീട്ടിൽ പോയി. കറക്റ്റ് അല്ലേ? വീട്ടിൽ കാരണം എന്റെ ലൈഫ് മാറ്റിയത് ആ വീഡിയോ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് കണ്ണൂര് ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിന് പോകുന്നു. രാത്രി ലേറ്റ് നൈറ്റ് വരെ ഷൂട്ട് കഴിഞ്ഞിട്ട് അളിയൻ തിരിച്ച് ഡ്രൈവ് ചെയ്ത് എറണാകുളത്തേക്ക് വരുന്നു. വന്നിട്ട് രാത്രി ഹോളിഡേ ഇന്നിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് രാത്രി കഥ കേൾക്കുന്നു. കാരണം ഈ കൊറോണ സമയത്ത് എൻ്റെ ഭാര്യ പറഞ്ഞു, കണ്ടില്ലേ, ബി ലൈക്ക് GP. നിങ്ങൾ ഇങ്ങനെയാണോ ജീവിക്കുന്നത് മനുഷ്യ? രാവിലെ എഴുന്നേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, എഴുന്നേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. GPയെ കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ധ്യാൻ ശ്രീനിവാസന്റെ കാരണം ആ വീഡിയോ ആണ്. ഞാൻ മലയാള സിനിമയിൽ ഇത്രയും സജീവമാകാൻ കാരണം, ഇത്രയും സിനിമ നിങ്ങൾ എന്നെ വെറുക്കാൻ കാരണം, ഒരിക്കലും എന്നെ വെറുക്കരുത്, ഈ GP വൃത്തികെട്ടവ കാരണമാണല്ലേ. ഇത്രയും തിരക്കുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ തിരിച്ച് ധ്യാനം എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ ഒരു ഷൂട്ട്, ഉച്ചയ്ക്ക് ഒരു ഷൂട്ട്, ഇതിനിടയ്ക്ക് ഹോളിഡേ കയറുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതല്ല, ഇപ്പൊ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോലും സമയമില്ല, അങ്ങനെ തിരക്കായി പോയി. പക്ഷെ ധ്യാൻ ഈ കിട്ടിയ അവാർഡിന്റെ അത്ര തന്നെ സന്തോഷമായിട്ടോ ധ്യാൻ അതെങ്ങനെ ഓർത്തെടുത്ത് നമ്മൾ ചെയ്തൊരു സംഭവം ഇങ്ങനെ ഇത്രയും ടൈം ലൈൻ. അവരുടെ ഇപ്പൊ കഴിഞ്ഞ അഭിജിത്ത് GP, ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ഇപ്പൊ കഴിഞ്ഞ അന്റാർട്ടിക്ക യാത്ര വരെയുള്ള എല്ലാ അപ്ഡേറ്റുകളും കഴിഞ്ഞ എനിക്ക് ഇതിനൊക്കെ സമയം. GPയുടെ ഓരോ നീക്കവും ഞാൻ വാച്ച് ചെയ്തു. താങ്ക് യു അമൃത TV, താങ്ക് യു സോ മച്ച്. അമൃത TV ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ പൂർണ്ണമായിട്ടിരുന്ന് എൻ്റെ അടുത്ത് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് റിയാലിറ്റി ഷോസും TV ഒക്കെ എപ്പോഴും കാണാറുണ്ടോ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു TV ഓഡിയൻ ആയിരുന്നില്ല. ക്രിക്കറ്റ് കാണാനും സിനിമ കാണാനും മാത്രം TV വെച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു. എങ്ങനെയോ വഴിതെറ്റി ടെലിവിഷനിലേക്ക് വന്നതാണ്. പക്ഷെ ഞാൻ കുറച്ചെങ്കിലും എനിക്ക് കണ്ട് ശീലമുള്ള ഒരേ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് അമൃതയിലെ സംഗീതം ജോബും ഒക്കെ ചെയ്ത ആ സമയത്ത് സൂപ്പർ സ്റ്റാർ എന്നുള്ള റിയാലിറ്റി ഷോ ആണ്. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. അതായിരുന്നു എൻ്റെ ഏക ഒരു റിയാലിറ്റി ഷോ റെഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ ആദ്യമായിട്ട് അടയാളങ്ങൾ 2008 അടയാളങ്ങൾ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് വിളിക്കുമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് പോകുന്നത് അമൃത ടീമിയുടെ സൂപ്പർ ഡാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോയിലാണ്. അന്ന് ചെറിയ കുട്ടിയായിട്ട് സാനിയ അതിനകത്തുണ്ടായിരുന്നു. ആ ഒരു ഷോയിലോട്ടാണ് ഞാൻ ഇപ്പോഴും ആ കുട്ടി ചെറുതാണെന്ന് മനസ്സിലാക്കണം, അതാണ് വേണ്ടത്. താങ്ക്സ് എ ലോട്ട്. Thank you for the support. Thank you for the support from Dave Snacks. Thank you, sir. അടുത്ത അവാർഡിന് എനിക്ക് GPയും കൂടി ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് കാരണമുണ്ട്. താൻ സോഷ്യൽ മീഡിയ സ്റ്റാർ സെയിം കാറ്റഗറിയിലുള്ള അവാർഡാണ്. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ അവാർഡ് നൽകുന്നതിനായിട്ട് മെർസിലസിന്റെ മാനേജിംഗ് ഡയറക്ടർ ജോസഫ് M കടമ്പക്കാട്ടിലിനെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ. സർ പ്ലീസ്. നമുക്ക് മെർസിലസ് നൽകുന്ന ഈ ഒരു സപ്പോർട്ടിന് തീർച്ചയായും ധ്യാനം GP ചേർന്ന് ആ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹോപഹാരം അമൃത TVയുടെ പേരിൽ. അഗൈൻ ഈ വ്യക്തിയും ഇതുപോലെയാണ്, താരമാണ്, ടെലിവിഷൻ അവതാരകനാണ്, അതിനോടൊപ്പം സിനിമാ നടനാണ്. ഇത് മാത്രമല്ല, അദ്ദേഹവും വൈഫുമായിട്ട് ചേർന്ന് ചെയ്യുന്ന പല വീഡിയോസും സൂപ്പർ വൈറലാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോസിന് കിട്ടുന്ന ലൈക്ക് മാത്രം എടുത്താൽ തന്നെ എത്ര വലിയ താരമാണ് അദ്ദേഹം എന്ന് മനസ്സിലാവും. നിറഞ്ഞ കൈഡിയോടുകൂടി ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത് ജീവയ്ക്കാണ്. വീഡിയോ പ്ലീസ്. ടെലിവിഷൻ സ്ക്രീനുകളിലും ഡിജിറ്റൽ ലോകത്തും ഒരുപോലെ മാജിക് സൃഷ്ടിച്ച താരം, സ്വതസിദ്ധമായ കോമഡി കലർന്ന വാചകമടി കൊണ്ട് പ്രേക്ഷകനിലേക്ക് പാലം പണിയുന്ന ഈ യുവ അവതാരകന് മോഡൽ, സിനിമാ താരം തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങൾ കൂടിയുണ്ട്. മലയാളികൾ നെഞ്ചിലേറ്റിയ നിരവധി റിയാലിറ്റി ഷോകളുടെയും അവാർഡ് നൈറ്റുകളുടെയും മുഖമായിരുന്ന ഈ യുവ പ്രതിഭ രസകരമായ റീലുകളിലൂടെയും ട്രെൻഡി കണ്ടന്റുകളിലൂടെയും കുറഞ്ഞ കാലം കൊണ്ട് ഡിജിറ്റൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ നേടി. പേഴ്സണൽ വ്ലോഗുകളിലൂടെയും ഫാമിലി വീഡിയോകളിലൂടെയും ആരാധകരെ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജീവ ജോസഫിന് അമൃത TV സമ്മാനിക്കുന്നു സോഷ്യൽ മീഡിയ സ്റ്റാർ അവാർഡ് 2025. Please put your hands together and welcome Jiva onto the stage.
നമുക്ക് ആദ്യം അവാർഡിലേക്ക് കിടക്കാം. അവാർഡ് ബൈ ധ്യാൻ. ക്യാഷ് അവാർഡ് നൽകുന്നത് ജോസഫ് സാർ ആയിരിക്കും. മെർസിലസിന്റെ ജോസഫ് സാർ ആയിരിക്കും ക്യാഷ് അവാർഡ്. ഒത്തിരി സന്തോഷം. കാര്യം എടവും വലവും 2 സീനിയേഴ്സാണ് നിൽക്കുന്നത്. ഇവരുടെ ആങ്കറിങ് സ്റ്റൈലൊക്കെ കണ്ട് ഒരിക്കലും ആങ്കർ ആകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ജി പി കാരും കേട്ടോ ഞങ്ങൾ വിളിക്കുന്നത്. കുറച്ച് നാളായിട്ട് ജി പി കാരുമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയ സമയത്ത് ജി പി കാരുവിൻ്റെ ശിക്ഷണത്തിലായിരുന്നു ഞാൻ. ജി പി കാര് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ആക്സിഡൻ്റൽ ആങ്കറാണ്. സിനിമയെന്ന് പറയുന്ന സ്വപ്നമായിട്ട് പോകുന്ന വഴിക്ക് ആരോ പിടിച്ചു കയറ്റിയതാണ് ചാനലിലേക്ക്. വർക്ക് ചെയ്ത ചാനലിൽ നിന്നൊന്നും കിട്ടാത്ത റെക്കഗ്നിഷനാണ് അമൃത TV തന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എനിക്കൊന്ന് യൂട്യൂബ് വീഡിയോ കണ്ടെന്ന് പറഞ്ഞ് നിൻ്റെ വ്ളോഗ്സൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞ് സിനിമയിലേക്ക് വിളിക്കുന്നത് ധ്യാൻ ചേട്ടനാണ്. ആ കാര്യത്തിൽ ഒത്തിരി 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 സന്തോഷം. ആപ് കൈസേവ് എന്ന് പറഞ്ഞ സിനിമ എനിക്കൊന്ന് കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ വീഡിയോ കാണും, പക്ഷേ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യില്ല. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ ധ്യാൻ ചേട്ടൻ അങ്ങനെയല്ല. വീഡിയോസ് കണ്ടെന്ന് പറയും. അത് നീ അന്ന് അവിടെ പോയി ഇന്ന സമയത്ത് ആ വീഡിയോ കട്ട് ചെയ്തിട്ട് നീ എങ്ങോട്ടാ പോയെ, അങ്ങനെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞതിൽ വലിയ അതിശയമൊന്നുമില്ല. അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് ധ്യാൻ ചേട്ടൻ. അറിയുന്നവനാണ് ജീവയുടെ യഥാർത്ഥ പേര് അഖിൽ. ഈയിടയ്ക്കല്ല, കുറെ നാളായി. എവിടെ പോയാലും ഇവൻ ജീവിക്കും. അതിൽ നമുക്ക് ടെൻഷനില്ല. എവിടെ പോയാലും ഒരു 4 കാലിൽ വീഴുന്ന ചില ആൾക്കാരുണ്ടല്ലോ. ജീപ്പിക്ക് പോലും ചിലപ്പോ പതറും. നിങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരുമിച്ച് നടന്ന് 20 അടി നടന്ന് അവിടെ നടുക്ക് ചെന്നൊന്ന് പോസ് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, റെഡി? കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദി അവാർഡ് രണ്ടുപേർക്കും. മെർസിലസിന്റെ സപ്പോർട്ടിന് വളരെയധികം നന്ദി ജോസഫ് സാർ. താങ്ക്സ് അലോട്ട്. താങ്ക് യു. ആൻഡ് അഗൈൻ ധ്യാൻ, ശരിക്കും സോഷ്യൽ മീഡിയ എന്നുള്ളതല്ല, എന്റർടൈനർ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഒരു യൂട്യൂബ് ചാനൽ പോലും ഇല്ലാതെ ഉപയോഗിക്കുന്നെങ്കിൽ അത് ധ്യാൻ തന്നെയാണ്. ധ്യാൻ ഒരു വലിയ ഐഡി. ധ്യാൻ, താങ്ക് യു. താങ്ക്സ് അലോട്ട്. നമുക്കൊരു ക്വിക്ക് വേർഡ് ഓഫ് താങ്ക്സ് ടു അവർ സ്പോൺസേഴ്സ്. A shout out MyG Future, Devon Foods, Leo Hospital Wayanad, Fine Day Homes, Aquastar, Destination Capture, Kairali Agriculture, Swarnamukhi Gold and Diamonds, Vaidyaratna Aushadashala and Life Planner Studies. 20ന്റെ നിറവിൽ നിൽക്കുന്ന അമൃത അടുത്ത വർഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് അമൃത ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 നൽകുകയാണ്. അടുത്ത സെറ്റ് ഓഫ് അവാർഡ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഓഫ് അമൃത TV ശ്രീ കൃഷ്ണചന്ദ്രൻ, അക്കംപനീഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് അമ്മ ശ്വേത മേനൻ, പ്ലീസ്. അടുത്ത അവാർഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ് പോപ്പുലർ സോഷ്യൽ വ്ളോഗർ ആണ്. ആ അവാർഡ് നൽകുന്നതിനായിട്ട് ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലയുടെ ഡയറക്ടർ മിസ്റ്റർ ജോർജ് തോമസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ, പ്ലീസ്. ബ്രില്യന്റ് എന്ന് പറയുന്നത് തീർച്ചയായും ഒരുപാട് കുട്ടികളുടെ ഭാവി കറക്റ്റായി മോൾഡ് ചെയ്ത് കൊണ്ടുപോയ ഒരു സ്ഥാപനമാണ്. നമുക്ക് തരുന്ന സപ്പോർട്ടിനും നമ്മളോടുള്ള സ്നേഹത്തിനും ഈ കണ്ടിന്യൂഡ് സപ്പോർട്ടിനുമായിട്ട് ഒരു സ്നേഹാദരവ് നമ്മുടെ ഭാഗത്തു നിന്ന്. Can I have the memento, please? Brilliant Study Center പാലയുടെ ഡയറക്ടറിന് മൊമെന്റോ നൽകി ആദരിക്കുന്നു. The executive producer of Amrita TV. ഇനി അവാർഡ് നൽകുന്നത് ആർക്ക് എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായ ഒരു സന്തോഷമാണ്. പോപ്പുലർ സോഷ്യൽ വ്ളോഗർ എന്നാണ് കാറ്റഗറി. ഒരാള് നിർഭയമായിട്ട്, അതായത് ഇതിന്റെ നമ്മളെല്ലാവരും ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ എപ്പോഴും ഒരു വീണ്ടും വിചാരം ഉണ്ടാവും, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ എന്തായിരിക്കും റിയാക്ഷൻ എന്നുള്ളത്. അങ്ങനെ റിയാക്ഷൻ എന്ന് പറയുന്ന സാധനത്തിനോട് യാതൊരു പേടിയും ഇല്ലാതെ അതിനോടൊപ്പം തന്നെ അതിൽ സറ്റയറും സാർക്കസും ഒക്കെ വളരെ കൃത്യമായി മിക്സ് ചെയ്ത് അദ്ദേഹത്തിന്റെ വ്യൂസ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തി, അഡ്വക്കേറ്റ് ജയശങ്കർ. മലയാളികൾ ഈ വക്കീലിന്റെ വർത്തമാനത്തെ വിശേഷിപ്പിക്കുന്നത് 2 വാക്കുകളിലാണ്: സമഗ്രം, സമ്പൂർണം. സമൂഹത്തിൽ എന്ത് സംഭവിച്ചാലും
അതിനൊരു ജയശങ്കർ വ്യാഖ്യാനമുണ്ടാകും. ആ വ്യാഖ്യാനത്തിനായി ഡിജിറ്റൽ ലോകത്ത് കാത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് കാഴ്ചക്കാർ. പൊളിറ്റിക്സിലെ പുഴുക്കുത്തുകളെ ഇടംബലം നോക്കാതെ വിമർശിക്കുന്ന പൊളിറ്റിക്കൽ മൈസ്ട്രോ. രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രവും വർത്തമാനവും അറിഞ്ഞുള്ള നിരീക്ഷണങ്ങൾ. ഗൗരവമുള്ള വിഷയങ്ങൾക്ക് സഹജമായ നർമ്മത്തോടെയുള്ള വിമർശനങ്ങൾ. പുതിയ കാലത്തെ ട്രോളുകൾ പോലെ കുറുക്കിക്കൊള്ളുന്ന സംഭാഷണങ്ങളിലൂടെ യുവതലമുറയ്ക്കിടയിലും ശ്രദ്ധേയനായ വ്യക്തിത്വം. ബെസ്റ്റ് സോഷ്യൽ ബ്ലോഗർ പോപ്പുലർ 2025 അഡ്വക്കേറ്റ് ജയശങ്കർ. നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എ ജയശങ്കർ. അമൃത ഡിജിറ്റൽ മീഡിയ അവാർഡ്സിന്റെ ഏറ്റവും മികച്ച പോപ്പുലർ സോഷ്യൽ ബ്ലോഗർ എന്ന് പറയുന്ന പുരസ്കാരം നൽകി ആദരിക്കുന്നു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായ ശ്രീ കൃഷ്ണചന്ദ്രൻ. And of course, Pala Brilliant'ന്റെ director Mr. George Thomas to present him with the cash prize. In the presence of Shweta Menon. Thank you, sir. Your acceptance speech. അപ്പൊ സന്തോഷമുണ്ട് ഇത് വളരെ കഴിഞ്ഞാല് ഈ പുരസ്കാരം കിട്ടിയാല് സന്തോഷം. പക്ഷേ എന്നെ കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോ നിർഭയമായി വിമർശിക്കുക, നിർഭയമായിട്ടും നിർദ്ദയമായിട്ടും നിർദ്ദയമായിട്ടും. അപ്പൊ ഒരു ഇലക്ഷന്റെ അഡ്വന്റിൽ നിൽക്കുകയാണല്ലോ. നമ്മുടെ അടുത്ത വർഷം എന്ന് പറയുന്നത് നമുക്കറിയാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. സാർ എങ്ങനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ കാണുന്നത്? സത്യത്തിൽ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് എന്ന് വെച്ചാൽ LDF-ന്റെ ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായിട്ടും UDF-ന്റെ LDF-നോട് കിട്ടി. ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഭരണവിരുദ്ധ വികാരം എന്ന പോലെ പ്രതിപക്ഷ വിരുദ്ധ വികാരമുണ്ട്. അതാണ് ഒരു വലിയ പ്രശ്നം. അതുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ ഉണ്ടായ പോലും നമ്മൾ ആരും ഞെട്ടേണ്ടതില്ല. അങ്ങനെ ഒരു സാധ്യതയാണ് ഞാനിപ്പോൾ കാണുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ തലയിലെടുത്ത പോലെ ഇരിക്കുമല്ലേ. തീർച്ചയായും. താങ്ക് യു സർ. താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ എമർജിംഗ് സോഷ്യൽ വ്ളോഗർ 2025 അമൃത ഡിജിറ്റൽ മീഡിയ അവാർഡ്സിൽ എമർജിംഗ് സോഷ്യൽ വ്ളോഗർ ആയിട്ട് ഈ ഒരു പേര് തിരഞ്ഞെടുക്കുമ്പോൾ കോണ്ടന്റിലെ ഫ്രഷ്നെസ് ആണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. വളരെ വ്യത്യസ്തമായ കോണ്ടന്റ്, അത് വളരെ സത്യസന്ധതയോടുകൂടി പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തവണ ഈ അവാർഡ് നേടുന്നത് ദീപ്തി സീതത്തോട്. വീഡിയോ പ്ലീസ്. സീതത്തോട് എന്ന സ്വന്തം നാടിനെ ഡിജിറ്റൽ ലോകത്ത് അടയാളപ്പെടുത്തിയ വ്ലോഗർ. ജീവിതത്തിൽ സ്വയം നേരിട്ട പ്രതിസന്ധികളുടെ ആത്മാർത്ഥമായ തുറന്നു പറച്ചിലുകളിലൂടെ ശ്രദ്ധേയയായ പെൺകരുത്ത്. സീതത്തോട്ടിലെ സാധാരണക്കാരുടെ അസാധാരണ ജീവിതങ്ങൾ, ആദിവാസി ജീവിതങ്ങളുടെ അതിജീവനങ്ങൾ, കാടിന്റെ രുചിപ്പെരുമ തുടങ്ങി പച്ചയായ ഗ്രാമജീവിതത്തിന്റെ ചൂടും ചൂരും ചോരാത്ത അവതരണ മികവ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന ചാനലിലൂടെ ശ്രദ്ധേയയായ ബെസ്റ്റ് സോഷ്യൽ ബ്ലോഗർ എമർജിംഗ് 2025 ദീപ്തി സീതത്തോട്. Congratulations, Deepthi. Congratulations. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എന്നോടൊപ്പം അവാർഡ് വാങ്ങുന്ന ബാക്കി 39 പേരോടും ആശംസകൾ അറിയിച്ചുകൊണ്ട് നന്ദി. താങ്ക് യു ദീപ്തി. ദീപ്തി, എന്തായാലും ഇനിയും അങ്ങോട്ട് അങ്ങനെയുള്ള നല്ല കോണ്ടന്റുമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദീപ്തി, ഇതൊന്ന് പിടിച്ച് നേരെ ഫ്രണ്ടിലോട്ട് നമ്മുടെ ക്രൗഡിലേക്ക് ഒന്ന് നടന്നോളൂ. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. താങ്ക് യു. നമുക്ക് വന്ന് ഈ സപ്പോർട്ട് തരുന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സർ. താങ്ക് യു. പ്ലീസ്. ഇനി അടുത്ത കാറ്റഗറിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ അടുത്ത കാറ്റഗറിയിൽ അവാർഡ് നൽകാൻ പോകുന്ന ഒരു വ്യക്തിയും കൂടി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ. MD ഓഫ് മൈത്രി അഡ്വർടൈസിംഗ് മിസ്റ്റർ രാജു മേനനെ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ. മിസ്റ്റർ രാജു മേനൻ, പ്ലീസ് ഗ്രേസ്. Sir, thanks a lot for the continued support that you're giving us. Mr. Raju Menon, Maitri Advertising. Shwedeji, if you could do the honors of presenting him with a memento. Thank you, sir. Thank you. ഞാൻ പറഞ്ഞത്
ഒരു ഇന്റർവ്യൂവർ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഇവിടെ ഒരുപാട് ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് ഒരാളും ഒരു ഇന്റർവ്യൂവർ ആവുന്നില്ല. പക്ഷേ മുമ്പിലിരിക്കുന്ന ആളിനെ വളരെ കൃത്യമായി പഠിച്ച് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ച് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി ആ കോണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഒരു പ്രോപ്പർ ഇന്റർവ്യൂവർ എന്ന് പറയാൻ സാധിക്കുക. അത്തരത്തിൽ ദ മോസ്റ്റ് പോപ്പുലർ ഇന്റർവ്യൂവർ അമൃത ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഈ അവാർഡ് നൽകി ആദരിക്കുന്നത് ശ്രീ മനീഷ് നാരായണൻ. വീഡിയോ പ്ലീസ്. തനതായ അവതരണ മികവ് കൊണ്ടും നിരീക്ഷണ പാടവത്തിലെയും നിലപാടിലെയും സുതാര്യത കൊണ്ടും മലയാള നവമാധ്യമ രംഗത്ത് ശ്രദ്ധേയനായ മാധ്യമ പ്രവർത്തകൻ. 2005 മംഗളം ദിനപത്രത്തിൽ സബ് എഡിറ്റർ ട്രെയിനിയായി തുടക്കം. വിവിധ ടെലിവിഷൻ ചാനലുകളിലൂടെ മാധ്യമ പ്രവർത്തനത്തിന്റെ തുടർച്ച. ഉള്ളടക്കം കൊണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ നിലവാരമുള്ള ഡിജിറ്റൽ ന്യൂസ് പ്ലാറ്റ്ഫോമായി മാറിയ ദി ക്യൂവിന്റെ സ്ഥാപകരിൽ ഒരാൾ. ഇന്റർവ്യൂ എന്ന കലയുടെ മൂല്യത്തെ സോഷ്യൽ മീഡിയയുടെ പുതിയ കാലത്തും വിഷയത്തിന്റെ ആഴമറിഞ്ഞുള്ള ചോദ്യങ്ങളിലൂടെ വ്യക്തിയധിക്ഷേപ പരാമർശങ്ങളില്ലാതെ കാത്തുസൂക്ഷിക്കുന്ന ഇന്റർവ്യൂവർ. അഭിമുഖം നൽകുന്ന സെലിബ്രിറ്റികൾ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ സ്വയം തെരഞ്ഞെടുക്കുന്ന പേര് മനീഷ് നാരായണൻ. ബെസ്റ്റ് ഇന്റർവ്യൂവർ പോപ്പുലർ 2025 മനീഷ് നാരായണൻ. Please put your hands together and welcome Mr. Manish Narayanan, the most popular interviewer 2025. തീർച്ചയായും ചോദിച്ച ചോദ്യങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങൾക്ക് എല്ലാം ചേർത്ത് അമൃത ഡിജിറ്റൽ മീഡിയ നൽകുന്ന ഈ അവാർഡ്. മേ റിക്വസ്റ്റ് ദ മൊമെന്റ് പ്ലീസ്. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. And the cash prize. താങ്ക് യു അമൃത ടി വി. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ അമൃത ടി വിയുടെ ആർക്കൈവ്സിലേക്കുള്ള സിനിമാ കാര്യങ്ങളും അല്ലെങ്കിൽ ന്യൂസ് അറ്റ് 10 പോലുള്ള പ്രോഗ്രാംസ്, അങ്ങനെ അമൃത കൂടി ഒരു ദൃശ്യാസ്വാദനത്തിൽ ഒരു സംവേദനക്ഷമതയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് കൂടിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു വ്യക്തിഗതമായ നേട്ടം എന്നതിനപ്പുറം ദ ക്യൂ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൻ്റെ 6ാം വർഷത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഉള്ളടക്കത്തിൽ അല്ലെങ്കിൽ വാർത്താ സമീപനത്തിലോ അതിൻ്റെ നയനിലപാടിലൊക്കെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ ഒരു ഡിജിറ്റൽ മീഡിയ, ഡിജിറ്റൽ ഇൻറ്ററാക്റ്റീവ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ദ ക്യൂ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നത് അതിൻ്റെ ഒരു അനുബന്ധമായിട്ടുള്ളൊരു പുരസ്കാരം എന്ന നിലക്ക് കൂടിയാണ് ഇന്റർവ്യൂവർ എന്നുള്ള രീതിയിലുള്ള എൻ്റെ പുരസ്കാരത്തിന് ഞാൻ വിലമതിക്കുന്നതും അതൊരു നേട്ടമായി കാണുന്നതും. ഉറപ്പായി ഒരു ടെലിവൈസ്ഡ് മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിന് കിട്ടുന്ന ഈ ഒരു പുരസ്കാരത്തിനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുരസ്കാരം നൽകാനുള്ള തീരുമാനത്തിനും കൂടി നന്ദി പറയുന്നു. താങ്ക് യു. It is so amazing. അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ടാവട്ടെ. ഇത് പിടിച്ച് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ക്രൗഡിന് വേണ്ടി. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ. ഫിനിഷ്. അടുത്ത അവാർഡ് നമ്മൾ കൊടുക്കുന്നത് എമേർജിംഗ് ഇന്റർവ്യൂവറിനുള്ള അവാർഡാണ്. ആ അവാർഡ് നൽകുന്നതിനായിട്ട് വലപ്പില അഡ്വർടൈസിംഗിന്റെ മിസ്റ്റർ ജോൺസ് പോളിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ജോൺസ് പോൾ ഓൺ ടു ദി സ്റ്റേജ്, ദി മാനേജിംഗ് ഡയറക്ടർ ഓഫ് വലപ്പില അഡ്വർടൈസിംഗ്. നമുക്ക് നൽകുന്ന ഈ സപ്പോർട്ടിന് വലപ്പില അഡ്വർടൈസിംഗ് തീർച്ചയായും അമൃത ടി വിയുമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് നമ്മുടെ ഒരു സ്നേഹാദരം. പ്ലീസ് ബ്രിങ് ഔട്ട് ദി മൊമെന്റ്. അടുത്ത ഒരു ഇന്റർവ്യൂവറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എമേർജിംഗ് ഇന്റർവ്യൂവർ ഓഫ് ദ ഇയർ 2025 അമൃത ഡിജിറ്റൽ മീഡിയ അവാർഡ്സിൽ ഈ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ നമുക്കറിയാം കറക്റ്റായിട്ട് ഇപ്പൊ പോകുന്ന ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലും ആ യൂട്യൂബ് ചാനലിലൂടെ വരുന്ന ഇന്റർവ്യൂസും ഒക്കെ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്തരത്തിൽ ഒരാളാണ് അദ്ദേഹം. അഗൈൻ എ വെരി വെൽ റിസർച്ച്ഡ് ഇന്റർവ്യൂവർ രജനീഷ്. ഒരാളുടെയും സ്വകാര്യതയിൽ കടന്നു കയറാതെ അറിയേണ്ട കാര്യങ്ങൾ നിറപുഞ്ചിരിയോടെ ചോദിക്കുന്ന അഭിമുഖക്കാരൻ. അഭിമുഖം ചെയ്യുന്നവർക്കിടയിലെ സൂപ്പർ സ്റ്റാർ എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര വിശേഷിപ്പിച്ച സോഷ്യൽ മീഡിയയിലെ താരം. അഭിമുഖം ചെയ്യുന്ന വിഷയങ്ങളിലെ അറിവും പ്രതിഭയും ആത്മാർത്ഥമായ സമീപനവും കൊണ്ട് ഡിജിറ്റൽ വേൾഡിലെ പുതുതലമുറ ഇങ്ങേരൊരു സംഭവം തന്നെ എന്ന് വിശേഷിപ്പിച്ച ഇന്റർവ്യൂവർ. ഹൃദയത്തിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയത്തിലിടം നേടിയ സംസാര പ്രിയൻ. ബെസ്റ്റ് ഇന്റർവ്യൂവർ എമേർജിംഗ് 2025
2025 Rajneesh VR. Everyone, please put your hands together and welcome Rajneesh VR, the emerging interviewer of the year 2025. നമുക്കറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ ഈ പറഞ്ഞ പോലെയാണ്. നമുക്ക് ആ ഒരു ചെറിയ വരയാണല്ലോ അത് വേർതിരിക്കുന്നത്, അത് പ്രൈവറ്റും പേഴ്സണലും തമ്മിൽ. അത് വളരെ കൃത്യമായി നോക്കുന്ന ഒരാളും കൂടിയാണ്. പ്ലീസ് ബ്രിങ് ഔട്ട് ദി മൊമെന്റം. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാടട്ടെ. ഇവിടെ ഒരു ഇന്റർവ്യൂ ഞാനിപ്പോൾ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അമൃതയെക്കുറിച്ച്, അമൃത TV ശരിക്കും ഈ ക്യാമറയിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാ. അതായത് തിരുവനന്തപുരത്തായിരുന്നു ഈ യൂണിറ്റ് ആദ്യം ഉണ്ടായിരുന്നത്. ആ സമയത്ത് എൻ്റെ കൂടെ ഉള്ളവരാണ് എല്ലാവരും. അപ്പം ഞാൻ തിരിച്ച് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമുള്ളതാണ്. കാരണം സിറ്റിസൺ ജേർണലിസം പോലൊരു പ്രോഗ്രാം അന്ന് തുടങ്ങുന്ന സമയത്ത് ഇന്ന് നമ്മൾ കാണിക്കുന്നതൊക്കെ സിറ്റിസൺ ജേർണലിസത്തിന്റെ പാർട്ടാണ് ആക്ച്വലി. പക്ഷെ അന്ന് സിറ്റിസൺ ജേർണലിസം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് CJ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ചെയ്യുന്ന, ഇവിടെ ഇരിക്കുന്ന മിക്കവരും ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അതാണ്. സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്ന ഒരു ബേസ് ആണ് അത്. കാരണം ജേർണലിസം പ്രാക്ടീസ് ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അന്ന് തെളിയിച്ചത്. ആ വഴിയിൽ ഇന്ന് വന്നൊരു അവാർഡ് വാങ്ങിക്കുമ്പോൾ, കാരണം ആ വഴിയിൽ അന്ന് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോവിഡ് ആണല്ലോ മാറ്റിമറിക്കുന്നത്. ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് അതേ സ്ഥലത്ത് റിവേഴ്സ് തിരിച്ചു വന്നില്ല. അതാണ് സർക്കിൾ ഓഫ് കർമ്മയാണ്. അതെ, അപ്പോ ആ നടപ്പ് നിർത്തണ്ട, ഇത് പിടിച്ച് ഒന്ന് നടക്കുക അവിടേക്ക് ഒരു 20 അടി. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ